പിന്നെ ഇതിൽ കുറെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേർക്കുള്ള സംശയമാണ് മെക്കാനിക്കൽ, പ്യുവർ മെക്കാനിക്കൽ അല്ലാതെ മെക്കാനിക്കലിന്റെ തന്നെ സബ് സ്ട്രീംസുകൾ എടുത്ത ആളുകളുണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ 2025 PSUകൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വീണ്ടും PSUവിന്റെ ബെൽ എന്ന് പറയുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിൽ ഒരു മികച്ച അവസരം തന്നെയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ ബ്രാഞ്ചസിലുള്ള ആളുകൾക്കും അവസരമുണ്ട്. ഇതൊരു മികച്ച അവസരമായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഭാരത ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഏറ്റവും മികച്ച സാലറി അതിൽ ബിടെക് ഗ്രാജുവേറ്റ്സിന്റെ CTC എന്ന് പറയുന്നത് 12 ലക്ഷമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം സാലറി ലഭിക്കും. അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് സൂപ്പർവൈസർ ട്രെയിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അവിടെ 7.5 ലക്ഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്കുള്ള CTC എന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചും അപ്ലിക്കേഷൻ ഡേറ്റിനെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ഏജ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ, ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് പലപ്പോഴും വരുന്നത് ഉദ്യോഗാർത്ഥികൾ അറിയാതെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ എപ്പോഴും ഇതേപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് ആദ്യമായി പാസ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ഈ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് അഥവാ ബെൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ 2 പോസ്റ്റുകളിലേക്കാണ് എഞ്ചിനീയേഴ്സ് ട്രെയിനി അതേപോലെ തന്നെ സൂപ്പർവൈസർ ട്രെയിനി റിക്രൂട്ട്മെന്റിലേക്കാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ്, അതായത് ഈ ഒരു ഓൺലൈൻ സബ്മിഷന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ഫെബ്രുവരി ആണ്. അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28 ഈ മാസം ലാസ്റ്റ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. നോക്കൂ, ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതൊക്കെ ശരിക്കും മറ്റു എന്താ പറയുക, റെയിൽവേ ഉൾപ്പെടെയുള്ള മറ്റു പല ഓർഗനൈസേഷൻസും മാതൃകയാക്കേണ്ട കാര്യമാണ്. കാരണം എക്സാമിൻ്റെ ഡേറ്റും അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഈ എക്സാമിൻ്റെ ഡേറ്റ് 11th 12th ഏപ്രിൽ, അതേപോലെ തന്നെ 11th 12th 13th ഈ മാസങ്ങളിലായിരിക്കും, ഈ ദിവസങ്ങളിലായിരിക്കും നടക്കുക എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട് ഡേറ്റ് ഷാൾ ബി ഇൻറ്റിമേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് ലൈക്ലി ടു ബി ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ അവരെ വന്നേക്കാം, അതാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. ദീസ് ഡേറ്റ്സ് ആർ ടെന്റേറ്റീവ് ആൻഡ് മേ ബി അണ്ടർഗോ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചാലും നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ എക്സാമിനപ്പോൾ പഠിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, വെറും 2 മാസമേ പഠിക്കാനുള്ളൂ, ഫെബ്രുവരിയും മാർച്ചും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സെക്ടർ, അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് സെക്ടർ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് ജോബ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ജോബിന്റെ എല്ലാ സെക്യൂരിറ്റിയും നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു ജോബ് തന്നെയായിരിക്കും ബെല്ലിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ബെല്ലിൽ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് career.bell.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. അതേപോലെ എഞ്ചിനീയേഴ്സ് ട്രെയിനി പോസ്റ്റിലേക്ക് 150 വേക്കൻസീസ് ആണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മെക്കാനിക്കലിനാണ് ഇത്തവണ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നിട്ടുള്ളത്. 70 പോസ്റ്റ് എഞ്ചിനീയേഴ്സിന് വന്നിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ 25 പോസ്റ്റ്, സിവിലിൽ നോക്കുകയാണെങ്കിൽ 25 പോസ്റ്റ്, ഇലക്ട്രോണിക്സിൽ 20 പോസ്റ്റ് വന്നിട്ടുണ്ട്, കെമിക്കലിൽ 5 പോസ്റ്റ്, മെറ്റലർജിയിൽ 5 പോസ്റ്റ്. അങ്ങനെ ടോട്ടൽ 150 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മെക്കാനിക്കലിലാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മെക്കാനിക്കലിൽ 70 പോസ്റ്റുകളും, അതേപോലെ ഇലക്ട്രിക്കലിലാണ് 25, സിവിൽ 25 തന്നെയാണ് ഇലക്ട്രോണിക്സിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ എവിടെയായിരിക്കും ഇതിൻ്റെയൊക്കെ പോസ്റ്റിംഗ് വരിക എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രിച്ചി, അത് തമിഴ്നാട്ടിലാണ്, റാണിപത്ത്, വിസാഗ്, ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരൊക്കെ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ട്രിച്ചിയും അതേപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ. വൈസാഗും അത്ര ദൂരെയുള്ള സ്ഥലമല്ല. പവർ സെക്ടർ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിൽ വേരിയസ് സൈറ്റ്സിലാണ് പവർ സെക്ടർ വരുന്നത്. അത് ഓരോ പോസ്റ്റുകളും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ട്രിച്ചി ഒരുവിധം എല്ലാ പോസ്റ്റുകളിലും വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എഞ്ചിനീയേഴ്സ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ്, അത് എഞ്ചിനീയേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. യെസ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
റിക്രൂട്ട്മെന്റ് ഓഫ് 250 സൂപ്പർവൈസർ ട്രെയിനി. സോ സൂപ്പർവൈസർ ട്രെയിനി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും മെക്കാനിക്കലിലാണ് കൂടുതൽ അവസരങ്ങൾ. 140 അവസരങ്ങൾ മെക്കാനിക്കലിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ 55 അവസരങ്ങൾ വന്നിട്ടുണ്ട്. സിവിലിൽ 35, അതേപോലെ ഇലക്ട്രോണിക്സിൽ 20 വന്നിട്ടുണ്ട്. അങ്ങനെ 250 പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർവൈസർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിന് മാത്രമുള്ള ഒരു പോസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള പോസ്റ്റുമാണ്. സോ ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ വേക്കൻസിയെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയല്ലോ. കാരണം പലപ്പോഴും PSU എക്സാംസുകൾക്ക് വേക്കൻസി കുറവാണ് എന്ന് കരുതി പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അത് ശുദ്ധമണ്ടത്തരമാണ്. കാരണം ഇത്രയും നല്ല വേക്കൻസീസ് ആണ് ഈ 2 പോസ്റ്റുകളിലായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ്, അത് നിങ്ങൾക്കറിയാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെറ്റലർജി ആണുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ 5-year ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെറ്റലർജി ആൻഡ് എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ ടൈം ഡിഗ്രി അവിടെ ഉണ്ടായിരിക്കണമെന്നാണ്. പാർട്ട് ടൈം പോരാ, ഫുൾ ടൈം ഡിഗ്രി തന്നെയാണ് വേണ്ടത്. അതേപോലെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 27 കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് 27 വയസ്സിന് മുകളിലുള്ള ആളുകൾ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം അതിൽ റിലാക്സേഷൻ വരുന്നുണ്ട് ചില ആളുകൾക്ക്. അൺറിസർവ്ഡ് കാറ്റഗറിയിലാണെങ്കിൽ 27 തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ 29 ആണ്. 29 years for the candidate having 2 years of full time post graduation in engineering or business administration management എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് PG എടുത്ത ആളുകൾക്കാണെങ്കിൽ 29 years ആണ് ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് അണ്ടർ ഗ്രാജുവേറ്റിന് 27 ആണെങ്കിൽ PG എടുത്ത ആളുകൾക്ക് 29 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂപ്പർവൈസർ ട്രെയിനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ പോസ്റ്റ് അവിടെ 27 തന്നെയാണ്. ഓക്കെ, കാൻഡിഡേറ്റ് ബോൺ ബിഫോർ 1/2/1998 ആണ് പറഞ്ഞിരിക്കുന്നത്. ആർ നോട്ട് എലിജിബിൾ, അതിന് മുന്നുള്ള ആളുകൾ എന്തല്ല, എലിജിബിൾ അല്ല എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏജിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ റിലാക്സേഷൻ വരുന്നുണ്ട്. എന്താണ് ആ റിലാക്സേഷൻ നോക്കാം. റിസർവേഷൻ ആൻഡ് റിസർവേഷനെ കുറിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 27 ആണെങ്കിൽ 32 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും SC/STയിൽ. അതേപോലെ OBC നോൺ ക്രീമി ലെയറിന് 30 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. കാരണം 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. സോ ഒരു 3-year റിലാക്സേഷൻ OBC ഉള്ള ആളുകൾക്കും 5-year റിലാക്സേഷൻ SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. ഈ കാര്യം പ്രത്യേകം ആലോചിക്കുക. പക്ഷേ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റിസർവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലാക്സേഷൻ വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എഫക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 27-ഉം OBCയിൽ 30 വയസ്സും അതേപോലെ SC/STയിൽ 32 വയസ്സ് വരെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് ബെല്ലിൻ്റെത് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ കുറേ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേർക്കുള്ള സംശയമാണ് മെക്കാനിക്കൽ, പ്യുവർ മെക്കാനിക്കൽ അല്ലാതെ മെക്കാനിക്കലിന്റെ തന്നെ സബ് സ്ട്രീംസുകൾ എടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി, പവർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് അതേഴ്സ് എനി അലൈഡ് ബ്രാഞ്ച് വിത്ത് മെക്കാനിക്കൽ ആസ് പ്രൈമറി സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ്, പവർ സിസ്റ്റം ആൻഡ് ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ മെഷീന്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, എനർജി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ എനി അലൈഡ് ബ്രാഞ്ച് വിത്ത് ഇലക്ട്രിക്കൽ ആസ് പ്രൈമറി സബ്ജക്ട്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക്സിൽ വന്നിരിക്കുന്നത് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് എനി അലൈഡ് ബ്രാഞ്ച് വിത്ത് ഇലക്ട്രോണിക്സ് ആസ് പ്രൈമറി സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അതേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ നോക്കുകയാണെങ്കിൽ സെറാമിക്സ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ആൻഡ് അതേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മെറ്റലർജിയിൽ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, എക്സ്ട്രാക്റ്റീവ് മെറ്റലർജി, ഫൗണ്ടറി ടെക്നോളജി, പ്രോസസ് മെറ്റലർജി ആൻഡ് അതേഴ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇനി ബെല്ലിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കുക. ബെല്ലിൻ്റെ 2 പോസ്റ്റുകളാണ്, എഞ്ചിനീയേഴ്സ് ട്രെയിനി ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർവൈസർ ട്രെയിനി ഉണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സ് ട്രെയിനിൻ്റെ നമ്മൾ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇൻ്റർവ്യൂസിന് അവർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അവർ ഈ ഒരു CBE എക്സാമിന്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അത് ഇൻ ദ റേഷ്യോ 1:5 ആണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 150 വേക്കൻസീസ് ഉള്ളത് അല്ലേ. 150 വേക്കൻസി ആണെങ്കിൽ 150 × 5 എന്ന് പറയുമ്പോൾ 750 ആളുകൾ അവർ എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കോൾ ഓഫ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെ അതിനെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവർ റിക്രൂട്ട്മെന്റ്, അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കോർ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 75% വെയിറ്റേജ് നിങ്ങൾ എഴുതുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും 25% വെയിറ്റേജ് ഇന്റർവ്യൂവിന്റെ സ്കോറിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 75% വരുന്ന ഈ ഒരു എക്സാമിനേഷന്റെ സിലബസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഈ PSUകൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഡയറക്ട്ലി റിവീൽ ചെയ്യാറില്ല. അവരാകെ പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റും ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങും ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനും അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത. കോർ സബ്ജക്റ്റുകൾ, ഓരോ ബ്രാഞ്ചസിൻ്റെയും കോർ സബ്ജക്റ്റുകളും അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡുമായിരിക്കും ഇതിൻ്റെ സിലബസ്. എന്തെങ്കിലും ചേഞ്ചസുകൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. ആൻഡ് 25% ഇൻ്റർവ്യൂവിൻ്റെ മാർക്കുമായിരിക്കും ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ബെല്ലിൻ്റെ സൂപ്പർവൈസർ ട്രെയിനിലും വരുന്നത്. അവിടെ എന്താണ്, അവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്. ആൻഡ് അഗെയിൻ അവിടെയും ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ രീതിയിലായിരിക്കും ഈ ഒരു പ്രോസസ്സ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സാലറി ലഭിക്കുന്നുള്ളത് അല്ലേ. നമ്മൾ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പോസ്റ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാലറി കിട്ടുന്നല്ലേ. എന്നാൽ ആ സാലറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ട്രെയിനി ആണെങ്കിൽ, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ട്രെയിനി ആണെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ പേ സ്കെയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എഞ്ചിനീയേഴ്സ് ട്രെയിനി ആണെങ്കിൽ നിങ്ങൾക്ക് ദി അപ്രോക്സിമേറ്റ് CTC ഈസ് 12 lakhs per annum ആണ്. 12 lakhs per annum. ഒന്ന് ആലോചിച്ചേക്ക്, ചെറിയൊരു സാലറി ആണോ? നിങ്ങൾക്കൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ തന്നെ 12 lakhs ആണ് സാലറി കിട്ടുന്നത്. അതിൽ തന്നെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 50,000 മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ട്രെയിനിങ് പീരീഡിൽ 50,000 കിട്ടുള്ളൂ. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HRI മറ്റ് അലവൻസുകളൊക്കെ ചേർക്കുന്ന സമയത്ത് 1 ലക്ഷമായിരിക്കും നിങ്ങൾക്ക് മാസത്തിലെ ഇൻഹാൻഡ് സാലറി. സോ ടോട്ടലി 12 lakh ആണ് അവിടെ വരുന്നത്. സിമിലർലി സൂപ്പർവൈസർ ട്രെയിനി പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ CTC എന്ന് പറയുന്നത് 7.5 ലക്ഷമാണ്. 7.5 ലക്ഷമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ ട്രെയിനിങ് പീരീഡിൽ 32,000 എന്ന് പറയുന്ന ഒരു എമൗണ്ടും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പോസ്റ്റിനാണ്, ഒരു സംശയമില്ല. കാരണം അത്രയും മികച്ച സാലറിയാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക, നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കരിയർ ആയിരിക്കണം ഇത്. കാരണം അത്രയും മികച്ച പോസ്റ്റുകളാണ്. ബെല്ലാണെങ്കിലും ശരി, ഇതിന് മുന്നേ വന്നിട്ടുള്ള HPCL ആയിക്കോട്ടെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിക്കോട്ടെ, അങ്ങനെ പല PSUകളും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് മുമ്പിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഒരുപാട് അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. ഇനി നിങ്ങൾ ഇത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ഇതുവരെ നിങ്ങൾക്കൊരു ധാരണ വന്നിട്ടില്ലെങ്കിൽ അവിടെയാണ് എൻട്രി നിങ്ങളെ സഹായിക്കുന്നത്. എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സസ് ആണ് കോർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസും നിങ്ങൾക്ക്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിൻ്റെ ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരും. PSUവിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ബ്രാഞ്ചസിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. സോ ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഏത് ബ്രാഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ബെൽ പോസ്റ്റിലേക്ക്, ബെല്ലിൻ്റെ ഈ ഒരു ട്രെയിനി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ട്രെയിനി ആയിക്കോട്ടെ, സൂപ്പർവൈസർ ട്രെയിനി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ വിജയിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള കോഴ്സാണ് എൻട്രിയുടെ PSU സ്പെഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.